യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം യേശുവിൻ്റെ ദാസനാകുക. ധ്യാനത്തിനായുള്ള തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-28 വാക്യങ്ങൾ. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസൻ ആകേണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ദാസവേഷമെടുത്ത് മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കോരോരുത്തർക്കും വേണ്ടത്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ഈ മാതൃക പിന്തുടരുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശു ഒരു ശുശ്രൂഷകൻ്റെ ഭാവം ധരിച്ച് സേവ ചെയ്തതുപോലെ നാമും താഴ്മയോടെ ദൈവത്തെയും മറ്റുള്ളവരെയും ശുശ്രൂഷ മനോഭാവത്തോടെ സേവ ചെയ്യുന്നവരായിരിക്കണം എന്നതാണ് ദൈവ ഇഷ്ടം. എല്ലാവിധ അഹങ്കാരവും വെടിഞ്ഞ് താഴ്മയുടെ വേഷം ധരിച്ച് കർത്താവായ യേശുവിനെ പോലെ ശുശ്രൂഷക്കാരൻ്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ കർത്താവായ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ സംഭവം കാണുവാൻ കഴിയുന്നു. 15-ാം വാക്യത്തിൽ കർത്താവായ യേശു ഇങ്ങനെ നമ്മോട് പറയുന്നു: ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. കർത്താവായ യേശു താഴ്മയോടെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത് കർത്താവിൻ്റെ ശുശ്രൂഷ മനോഭാവത്തെ കാണിക്കുന്നു. ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ആദ്യം ദാസൻ ആകണം എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ താഴ്മയുടെ സ്വഭാവം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തു യേശുവിലുള്ള ഈ ഭാവം തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. താഴ്മയോടെ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണുന്ന ദാസൻ്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ താഴ്മയും വിനയവുമുള്ള ഹൃദയം പരിശുദ്ധാത്മാവ് നമ്മിൽ രൂപപ്പെടുത്തട്ടെ. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ ക്രിസ്തുവിൻ്റെ മാതൃക നമുക്ക് പിന്തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് കാണിച്ചു തന്ന മാതൃക പ്രകാരം താഴ്മയോടെ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠർ എന്നെണ്ണിക്കൊണ്ട് ജീവിക്കുവാൻ താഴ്മയുള്ള ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. താഴ്മയോടെ ജീവിക്കാതെ അഹങ്കാരത്തോടെ ജീവിച്ച ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.